നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് വട്ടയപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഏതാണ്ട് 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകാതെ കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കപ്പി കാച്ചാനായിട്ട് എടുക്കണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. ഇനി ആ അരയാത്ത മാവിലേക്ക്, അതായത് ജാറിലേക്ക്, ഒരു തേങ്ങയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചിരണ്ടി എടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട്, ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണേന്. ഇപ്പം വലിയ പാത്രത്തിലാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തത്. ആ രണ്ടാമത് അരച്ച മാവും കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകിയ വെള്ളം നമുക്ക് കപ്പി കാച്ചാനായിട്ട് എടുക്കാം. ഞാൻ 1.25 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ കുറുകി വരുമ്പോൾ തന്നെ, ചെറുതായിട്ട് കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്ലെയിം ലോ ആക്കുക. അല്പം ചൂടൊന്ന് മാറാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് ഈ മാവ് ഈ കപ്പി കാച്ചിയത് ചൂടാറ്റാൻ നിൽക്കണ്ട. ഒരുവിധം നല്ല ചൂട് തന്നെ വേണം. അതിനകത്തേക്ക് കുറച്ച് തിക്കായിട്ടാണല്ലോ ഇത് കിട്ടിയേക്കണം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കണം. നല്ല ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പറ്റില്ല, ജാറ് പെട്ടെന്ന് കേടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ലൂസാക്കി എടുക്കാം. അങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരുവിധം അത് ലൂസായി കിട്ടും. എന്നിട്ട് ആ അരച്ച് വെച്ച മാവിലേക്ക് ഈ കപ്പി വെച്ചതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്ത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതൊരു ലൈറ്റ് മധുരമേ ഉള്ളൂ. മധുരം അധികം വേണ്ടവർ കുറച്ചും കൂടി 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. കപ്പി കാച്ചതും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ മാവ് കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇത്രയും തിക്നെസ് തന്നെ നമുക്ക് വേണമെന്നില്ല കേട്ടോ. കുറച്ചും കൂടെ ലൂസായി എന്നോർത്തൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിത് ലൂസാക്കണമെങ്കിൽ തേങ്ങാപ്പാൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കുഴപ്പമില്ല, എങ്ങനെ ആയാലും മാവ് പൊങ്ങി വന്നോളും. നമുക്കിതൊരു റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കാം. ചെറിയ ചൂടോടുകൂടിയാണ് ഈ മാവ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചൂട് അങ്ങനെ നിൽക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊങ്ങി വരും. എന്നാൽ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നമുക്കിതുപോലെ റൈസ് കുക്കറിൽ എടുത്ത് തന്നെ ഇരിക്കണം. ഒരു 6 മണിക്കൂർ മുതൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വയ്ക്കാം. ഇതിപ്പോൾ രാവിലെ അരച്ചിട്ട് വൈകിട്ട് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ വേറെ ഒന്നും തേങ്ങാവെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് പൊങ്ങി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വറുത്ത കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു അരിപ്പത്തട്ട് എടുത്ത് വയ്ക്കാം. ഒരു ചെറിയ സ്റ്റീൽ പാത്രം നെയ്യ് പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ മാവിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും പൊടിച്ചതാണ്, അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് ഒരു 1/4 ഭാഗം, ആ സ്റ്റീൽ പാത്രത്തിൻ്റെ 1/4 ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കണേന്. എന്നിട്ട് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്ക് ഈ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം അതിനകത്ത് ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് മൂടി ഒരു 15 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും വെച്ചിട്ടൊന്ന് അതിനകത്തൊന്ന് നോക്കിയാൽ മതി. അതിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, മാവ് അതിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളു വെന്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറാൻ വയ്ക്കാം.
പിന്നെ ഇതിൻ്റെ കനം അനുസരിച്ച്, വട്ടയപ്പത്തിൻ്റെ കനം അനുസരിച്ചിട്ടാണ് ഇത് വേകാൻ ടൈം എടുക്കുക. കുറച്ച് തിക്നെസ് കൂടിയ അല്ലെങ്കിൽ വലിയ പാത്രത്തിലാണ് നമ്മൾ അധികം മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം നേരം 25-30 മിനിറ്റൊക്കെ ആവി കയറേണ്ടി വരും, എന്നാലേ അതിൻ്റെ അകം വെന്ത് കിട്ടുള്ളൂ. അപ്പം ഞാനിത് ചിരട്ടയിലും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 2 ചിരട്ട ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് ആ മാവ് 2 ചിരട്ടയിലേക്കും ഒഴിച്ച് കൊടുക്കണേണ്. എന്നിട്ട് ഇത് ഒരുപാട് നേരമൊന്നും, ഇതും ഒരു 15-20 മിനിറ്റാണ് വേവിച്ചത്. എന്നിട്ട് നമുക്ക് ചൂടാറുമ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം. ഇതുപോലെ ഞാൻ 3 ടൈപ്പ് വട്ടയപ്പമാണ് ഉണ്ടാക്കിയത്. ഒരു വട്ടയപ്പം കുറച്ചും കൂടെ കനം കൂടിയതായിരുന്നു. അപ്പോൾ അധികം നേരം എനിക്കത് വേവാനായിട്ട് കുറച്ചധികം നേരം എടുത്തായിരുന്നു. അപ്പോൾ ഏത് ഷേപ്പിലായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സോഡാപ്പൊടിയും ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് വട്ടയപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.